കഴിഞ്ഞ ദിവസമായിരുന്നു ദൃശ്യം 3യുടെ OTT റിലീസ്. എന്നാൽ OTT റിലീസിന് ശേഷം വലിയ രീതിയിൽ ട്രോളുകൾ ചിത്രത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. തിയേറ്റർ റിലീസിന്റെ സമയത്ത് തന്നെ പ്രേക്ഷകർ വിമർശിച്ചിരുന്ന ഒന്നായിരുന്നു പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ച സഹദേവന്റെ കണ്ണിലെ ചുവപ്പ്. ഇപ്പോഴിതാ അത് എങ്ങനെ സംഭവിച്ചുവെന്നും ജിത്തു ജോസഫ് നൽകിയ റെഫറൻസ് എന്തായിരുന്നുവെന്നും ആദ്യമായി വിശദീകരിക്കുകയാണ് കലാഭവൻ ഷാജോൺ. ആ കണ്ണ് അത്രയും ചുവപ്പിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് ഷാജോണിന്റെ മറുപടി ഇങ്ങനെ: ഇതിന്റെ റെഫറൻസ് തന്നെ ജിത്തുഭായ് പറഞ്ഞത് നമ്മുടെ സായി ചേട്ടന്റെ കുഞ്ഞിക്കുഞ്ഞിലെ ക്യാരക്ടറിനെ പറ്റിയാണ്. അതായത് ഇന്റർവെല്ലിന് ഇയാളെ കാണിക്കുമ്പോൾ തന്നെ ആളുകളൊന്ന് ഞെട്ടണം, ഇത് പഴയ സഹദേവനല്ല, ഇച്ചിരി കുഴപ്പക്കാരനാണെന്നുള്ളത് ഒരു ഫസ്റ്റ് ലുക്ക് തന്നെ കിട്ടണം ഷാജോൺ എന്നാണ് ജിത്തു സാർ പറഞ്ഞത്. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. കണ്ണ് നമുക്ക് ചുവപ്പിക്കാം, ഒപ്പം ഒന്ന് മീശ ഒന്ന് പിരിക്കാം എന്ന് പറഞ്ഞു. താടി ഇനി വെട്ടാതെ വളർത്തണമെന്നും പറഞ്ഞു. റെഫറൻസ് സായി ചേട്ടന്റെ കുഞ്ഞിക്കൊന്നിലെ ലുക്കാണെന്നും പറഞ്ഞിരുന്നു. സാധാരണ ഒരു ചെറിയ ഷോട്ടിലൊക്കെ കണ്ണൊന്ന് ചുവന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ ഇട്ട് നമ്മളൊന്ന് ചുവപ്പിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ, സിനിമയിൽ മൊത്തത്തിൽ വേണം. ഇടയ്ക്കിടെ ഗ്ലിസറിൻ ഇടുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചുണ്ടപ്പൂ എന്ന് പറയുന്ന ഒരു പൂവുണ്ട്, കഥകളിക്കാരൊക്കെ ഇടുന്നതാണ്. തൃശ്ശൂർ ഭാഗത്തൊക്കെയാണ് അത് കൂടുതലായി കിട്ടുന്നത്. ചുണ്ടപ്പൂവിൻ്റെ തരി നമ്മൾ കണ്ണിലിട്ടു കഴിഞ്ഞാൽ അതിങ്ങനെ റെഡായി കിടന്നുകൊള്ളും. പക്ഷേ അത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ അത് കൂടിയതുപോലെ തോന്നിയത്. ഒരുപാട് പേർ അത് പറയുകയും ചെയ്തു. എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയും, സഹദേവൻ കണ്ണിൽ ചോരയില്ലാത്തവനാണെന്ന് ആരും പറയില്ലല്ലോ എന്ന് ഷാജോൺ ഒരു തമാശ രൂപേണെ പറഞ്ഞവസാനിപ്പിച്ചു.